Welcome back to our science class. Today we are going to start with a new chapter, that is chapter 3, Fiber to Fabric. Standard 7, chapter 3, Fiber to Fabric. നമുക്കറിയാം നമ്മുടെ ക്ലോത്ത്സ് ഒക്കെ നമ്മൾ എവിടെ നിന്നാണ് ക്ലോത്ത്സ് ഒക്കെ നമുക്ക് കിട്ടുന്നത്? അതിന് വേണ്ട ഫൈബേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ട്വൈൻ അല്ലെ നൂലുകൾ. ഇത് എവിടെ നിന്നാണ് കിട്ടുന്നത്? നമുക്ക് പ്ലാന്റ്സിൽ നിന്നും കിട്ടും, ആനിമൽസിൽ നിന്നും കിട്ടും. വി ഒബ്റ്റെയിൻ ഫൈബേഴ്സ് ഫ്രം ബോത്ത് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. പ്ലാന്റ്സിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഫൈബറാണ് കോട്ടൺ. നമ്മൾ ഇടുന്ന കോട്ടൺ ഡ്രസ്സൊക്കെ ആണെങ്കിലും അത് എവിടെ നിന്നാണ് ഈ കോട്ടൺ കിട്ടുന്നത്? ഫ്രം ദ കോട്ടൺ പ്ലാന്റ്. കോട്ടൺ പ്ലാന്റിൽ നിന്ന് കിട്ടുന്ന കോട്ടൺ ഉപയോഗിച്ചാണ് നമ്മൾ കോട്ടൺ ഡ്രസ്സ് ധരിക്കുന്നത്. അതുപോലെ വൂളൻ ക്ലോത്ത്സ് നമ്മൾ സ്വെറ്റേഴ്സ്, വിന്റർ സീസണിൽ സ്വെറ്റർ ഒക്കെ ഇടും. ഈ സ്വെറ്റർ എവിടെ നിന്നാണ് കിട്ടുന്നത്? സ്വെറ്റേഴ്സ് ആർ മെയ്ഡ് ഫ്രം വൂൾ. വി ഗെറ്റ് വൂൾ ഫ്രം ആനിമൽസ്. ആനിമൽസിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഫൈബേഴ്സ് ആണ് വൂൾ ആൻഡ് സിൽക്ക്. വൂളും സിൽക്കും നമുക്ക് കിട്ടുന്നത് ആനിമൽസിൽ നിന്നാണ്. അപ്പോൾ ആനിമൽസിൽ നിന്ന് കിട്ടുന്ന രണ്ട് ഫൈബേഴ്സ് ആണ് വൂൾ ആൻഡ് സിൽക്ക്. ആനിമൽ ഫൈബേഴ്സ് ആർ വൂൾ ആൻഡ് സിൽക്ക്. ഓക്കെ, ദിസ് ഈസ് യുവർ third chapter, fiber to fabric. Animals, which are the animals that we get wool? നമുക്ക് ഏതൊക്കെ ആനിമൽസിൽ നിന്നാണ് നമുക്ക് വൂൾ കിട്ടുന്നത്? ഷീപ്പ്, ഗോട്ട്, yak and camel. Look at the board. Can you see this? Sheep, goat, yak and camel. We obtain wool from the animals such as sheep, goat, yak and camel. The fibers are obtained from animals. Wool is obtained from the fleece of sheep or yak. അതായത് ഷീപ്പിൽ നിന്നും യാക്കിൽ നിന്നും കിട്ടുന്ന ഫ്ലീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്ലീസ് എന്ന് പറഞ്ഞാൽ ഈ ആനിമൽസിൻ്റെ ഒക്കെ ഹെയർസിനാണ് ഫ്ലീസ് എന്ന് പറയുന്നത്. ഈ ഫ്ലീസിൽ നിന്നാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? വൂൾ കിട്ടുന്നത്. ഏതൊക്കെ ആനിമൽസിൻ്റെ നിന്നാണ് നമുക്ക് വൂൾ കിട്ടുന്നത്? ഷീപ്പ്, ഗോട്ട്, yak and camel. Fibers are obtained from the animals. Wool is obtained from the fleece of sheep or yak. Silk fibers are come from the cocoons of silk moth. നിങ്ങൾ സിൽക്ക് വേമിനെ കണ്ടിട്ടില്ലേ? ഈ സിൽക്ക് വേമിൽ നിന്നാണ് നമുക്ക് സിൽക്ക് കിട്ടുന്നത്. ഓക്കെ, the next is there are two types of fibers that form its fleece. അതായത് ആനിമൽസിൻ്റെ ഫ്ലീസിൽ നിന്ന് നമുക്ക് രണ്ട് ടൈപ്പ് ഫൈബേഴ്സ് കിട്ടുന്നുണ്ട്. ആ രണ്ട് ടൈപ്പ് ഫൈബേഴ്സ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വൺ ദ കോഴ്സ് ഓഫ് ബിയർഡ് ഹെയർ ആൻഡ് ദ സെക്കൻഡ് വൺ is the fine soft under hair close to the skin. There are two types of fibers. The first one is the coarse beard fiber and the fine soft under hair. Okay, these are the two types of fibers that we obtain from the sheep. Okay, നമുക്കറിയാം ഈ ആനിമൽസിൽ നിന്ന് ഫൈബേഴ്സ് കിട്ടുമ്പോഴത്തേന് നമുക്ക് നല്ലൊരു ഫൈബേഴ്സ്, നല്ല ക്വാളിറ്റി ഉള്ള ഫൈബേഴ്സ് കിട്ടണമെങ്കിൽ നമ്മൾ അതിനൊരു പ്രോസസ്സ് ചെയ്യുന്നുണ്ട്. അതിന് പറയുന്ന പേരാണ് സെലക്റ്റീവ് ബ്രീഡിംഗ് എന്ന് പറയും. വാട്ട് ഈസ് സെലക്റ്റീവ് ബ്രീഡിംഗ്? Can you see this? What is selective breeding? The process of selecting parents for obtaining special characters in their offsprings, such as soft under hair in sheep, is termed as selective breeding. അതായത് ഈ ഷീപ്പിൻ്റെയൊക്കെ ഒരു ക്യാരക്ടറാണ് ദെയർ സോഫ്റ്റ് അണ്ടർ ഹെയർ എന്ന് പറഞ്ഞാൽ. ആ ഹെയർ ആണ് കുറച്ചുകൂടി നല്ല ക്വാളിറ്റി ഉള്ളത്. അപ്പോൾ അത്തരം നല്ല ക്വാളിറ്റി ഉള്ള ഫൈബേഴ്സ് കിട്ടണമെങ്കിൽ അതുപോലെയുള്ള ഷീപ്പിനെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യണം. അപ്പം വാട്ട് ഈസ് സെലക്റ്റീവ് ബ്രീഡിംഗ് എന്ന് പറഞ്ഞാൽ ദ പ്രോസസ് ഓഫ് സെലക്ടിങ് പേരൻസ് ഫോർ ഒബ്റ്റെയിനിങ് സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഇൻ ദെയർ ഓഫ് സ്പ്രിങ്സ്. നല്ല പേരൻസിനെ സെലക്ട് ചെയ്യുക. എന്തിനു വേണ്ടിയിട്ട്? നല്ല ഓഫ് സ്പ്രിങ്സ് ഉണ്ടാകുക. നമുക്ക് നല്ല ക്വാളിറ്റിയുള്ള
ക്വാളിറ്റി ഉള്ള ഫൈബേഴ്സ് കിട്ടാനായിട്ട് നമ്മൾ നല്ല പേരൻസിനെ സെലക്ട് ചെയ്യുക. എന്തിനു വേണ്ടിയിട്ടാണ്? ഒബ്റ്റെയിൻ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഇൻ ദെയർ ഓഫ്സ്പ്രിങ്സ്. അവരുടെ ഓഫ്സ്പ്രിങ്സിൽ നല്ല ക്യാരക്ടേഴ്സ് ഉണ്ടാകുക. സച്ച് ആസ് സോഫ്റ്റ് അണ്ടർ ഹെയർ ഇൻ ഷീപ്പ് ഈസ് ടേംഡ് ആസ് സെലക്റ്റീവ് ബ്രീഡിംഗ്. ഈ പ്രോസസ്സിന് പറയുന്ന പേരാണ് സെലക്റ്റീവ് ബ്രീഡിംഗ്. എന്ന് പറഞ്ഞാൽ പേരൻസിന് നല്ല സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് കിട്ടുന്ന ഓഫ്സ്പ്രിങ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് പേരൻസിനെ സെലക്ട് ചെയ്യുക. ഈ പ്രോസസ്സിന് പറയുന്ന പേരാണ് സെലക്റ്റീവ് ബ്രീഡിംഗ്. ഓക്കെ, there is some pictures in your textbook. Can you see this? Okay. First one is, can you see this? Angora goat. Okay. Angora goat. Next is goat and camel. Next is yak. Can you see this? This is yak. Next is llama. ഇതൊരു ടൈപ്പ് ഷീപ്പാണ്. ഇതിൽ നിന്നൊക്കെ നമുക്ക് വൂള് കിട്ടും. അതുപോലെ തന്നെ അൽപാക്ക. ഓക്കെ, wool is also obtained from the goat hair. The under fur of Kashmiri goat is soft. It is wound into fine shawls called pashmina shawls. ഓക്കെ, നമ്മൾ ഈ ഷോളൊക്കെ ഉണ്ടാക്കാനായിട്ടും സ്വെറ്റേഴ്സൊക്കെ ഉണ്ടാക്കാനായിട്ടും ഒക്കെയാണ് നമ്മൾ ഈ ഗോട്ട്, അതുപോലെ ഷീപ്പ്, ക്യാമൽ, യാക്ക് ഇതിൻ്റെയൊക്കെ ഫൈബേഴ്സ് എടുക്കുന്നത്. ഓക്കെ, ആൻഡ് ലാമ ആൻഡ് അൽപാക്ക ഫൗണ്ട് ഇൻ സൗത്ത് അമേരിക്ക. ഇത് രണ്ടും സൗത്ത് അമേരിക്കയിൽ കാണുന്ന ടൈപ്പ് ഓഫ് ആനിമലാണ്. ഓക്കെ, ഈ രണ്ട് ആനിമലിൽ നിന്നും നമുക്ക് വൂൾ കിട്ടാറുണ്ട്. നെക്സ്റ്റ് ഈസ്, there is a table in your textbook. Can you see this? Some Indian breeds of sheep. നമ്മുടെ ഇന്ത്യയിൽ കാണപ്പെടുന്ന കുറച്ച് ഷീപ്പിൻ്റെ ഇന്ത്യൻ ബ്രീഡ്സിൻ്റെയാണ് പേര് കൊടുത്തിരിക്കുന്നത്. നെയിം ഓഫ് ബ്രീഡ്, ഫസ്റ്റ് വൺ ഈസ് ലോഹി. ലോഹി ഈസ് ക്വാളിറ്റി ഓഫ് വൂൾ, ഗുഡ് ക്വാളിറ്റി വൂൾ. സ്റ്റേറ്റ് വെയർ ഫൗണ്ട്, എവിടെയാണ് കാണപ്പെടുന്നത്? രാജസ്ഥാനിലും പഞ്ചാബിലുമാണ് കാണപ്പെടുന്നത്. ആൻഡ് നെക്സ്റ്റ് ഈസ് റാംപൂർ ബുഷേർ. ക്വാളിറ്റി ഓഫ് വൂൾ എന്ന് പറയുന്നത് ബ്രൗൺ ഫ്ലീസ്. ഓക്കെ, അത് കാണപ്പെടുന്ന സ്റ്റേറ്റ് വെയർ ഫൗണ്ട് ഉത്തർപ്രദേശ് ആൻഡ് ഹിമാചൽ പ്രദേശ്. ആൻഡ് നെക്സ്റ്റ് ഈസ് നലി. ക്വാളിറ്റി ഓഫ് വൂൾ എന്ന് പറയുന്നത് കാർപ്പറ്റ് വൂളാണ് കാണപ്പെടുന്ന രാജസ്ഥാൻ ആൻഡ് ഹരിയാന. നെക്സ്റ്റ് ഈസ് ബക്കർവാൾ. ക്വാളിറ്റി ഓഫ് വൂൾ ഫോർ വൂളൻ ഷോൾസ്. ക്യാൻ യു സീ ദിസ്? Found in Jammu and Kashmir. And next is Marwari. Can you see this? Marwari horse wool, Gujarat. Next is Patanwadi. ഇതെല്ലാം ഓരോ ടൈപ്പ് ഓഫ് ബ്രീഡാണ്, ബ്രീഡ് ഓഫ് ഷീപ്പാണ് കേട്ടോ. ഫോർ ഹോസിയറി. ഹോസിയറി എന്ന് പറഞ്ഞാൽ ഈ സോക്സ്, ടൈറ്റ്സ് അതുപോലെയുള്ള ഇതിനാണ് ഹോസിയറി എന്ന് പറയുന്നത്. പതൻവാദി സ്റ്റേറ്റ് വെയർ ഫൗണ്ട് ഈസ് ഗുജറാത്ത്. ഓക്കെ, നെക്സ്റ്റ് ഈസ് പ്രോസസ്സിംഗ് ഓഫ് ഫൈബേഴ്സ് ഇൻ ടു വൂൾ. ലുക്ക് അറ്റ് ദ ബോർഡ്. പ്രോസസ്സിംഗ് ഓഫ് ഫൈബേഴ്സ് ഇൻ ടു വൂൾ. നമുക്കറിയാം ഈ ആനിമൽസിൽ നിന്ന് കിട്ടുന്ന ആ ഫ്ലീസ്, അതിനെ എങ്ങനെയാണ് ഫൈബേഴ്സ് ആക്കുന്നത്, ആ ഫൈബേഴ്സ് എങ്ങനെയാണ് വൂളായിട്ട് മാറ്റുന്നത്. അപ്പോൾ അതിനുള്ള പ്രോസസ്സാണ്. ദർ ആർ 6 മെയിൻ സ്റ്റെപ്സ് ഇൻ പ്രോസസ്സിംഗ് ഓഫ് ഫൈബേഴ്സ് ഇൻ ടു വൂൾ. ഫസ്റ്റ് വൺ ഈസ് ഷിയറിംഗ്. ഷിയറിംഗ്, സ്കൗറിംഗ്, സോർട്ടിംഗ്, ക്ലീനിങ് ഓഫ് ബേർഡ്സ്, ഡൈയിങ് ആൻഡ് റോളിംഗ്. These are the 6 steps, the processing of fiber into wool. These are the 6 steps. Once again, shearing, scouring, sorting, cleaning of birds,
dyeing and rolling. The first step is shearing. What is shearing? Can you see this? This is shearing. The fleece of the sheep along with a thin layer of skin is removed from its body. This process is called shearing. What is shearing? The fleece of the sheep along with a thin layer of skin is removed from its body. അതായത് നമുക്കറിയാം ഈ ഷീപ്പിൻ്റെ ശരീരത്തിൽ നിന്ന് അതിൻ്റെ ഹെയർ അല്ലെങ്കിൽ അതിൻ്റെ ഫ്ലീസ് ഓഫ് ഹെയർ റിമൂവ് ചെയ്യുക. ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് the fleece of the sheep along with a thin layer of skin is removed from its body. അതായത് അതിൻ്റെ ശരീരത്തിൽ നിന്ന് സ്കിന്നിൻ്റെ ഒരു ലെയറോട് കൂടി ഈ ഹെയർ റിമൂവ് ചെയ്യുക. ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് ഷിയറിങ്. ദിസ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. ആൻഡ് ദ സെക്കൻഡ് സ്റ്റെപ്പ് ഈസ് സ്കൗറിങ്. വാട്ട് ഈസ് സ്കൗറിങ്? ക്യാൻ യു സീ ദിസ്? ദിസ് ഈസ് സ്കൗറിങ്. കണ്ടോ? ഇതാണ് ഷിയറിങ് ഓഫ് ഷീപ്പ്. സെക്കൻഡ് സ്റ്റെപ്പ് ഈസ് സ്കൗറിങ്. സ്കൗറിങ്ങിൽ എന്താ ചെയ്യുന്നത്? ദ ഷിയർഡ് സ്കിൻ വിത്ത് ദ ഹെയർ ഈസ് തറലി വാഷ്ഡ് ഇൻ ടാങ്ക്സ് ടു റിമൂവ് ദ ഗ്രീസ്, ഡസ്റ്റ് ആൻഡ് ഡേർട്ട്. ദിസ് ഈസ് കോൾഡ് സ്കൗറിങ്. അതായത് ഷിയറിങ്ങിന് ശേഷം നമ്മൾ ഈ ഷിയർ ചെയ്തെടുത്ത ഈ സ്കിന്നോട് കൂടിയ ഹെയർ നന്നായിട്ട് വാഷ് ചെയ്യും. ഇതിനു വേണ്ടിയിട്ടാണ് വാഷ് ചെയ്യുന്നത്? ഈ സ്കിന്നിലുള്ള ഗ്രീസ് അതുപോലെ ഡസ്റ്റ് ഇതെല്ലാം റിമൂവ് ചെയ്യാനായിട്ട് നന്നായിട്ട് വാഷ് ചെയ്യും. ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് സ്കൗറിങ്. ആൻഡ് ദ തേർഡ് സ്റ്റെപ്പ് ഈസ് സോർട്ടിങ്. Third step is sorting. What is sorting? After scouring, sorting is done. The hair skin is sent to a factory. അതായത് സ്കൗറിങ്ങിന് ശേഷം ആദ്യത്തെ ഫസ്റ്റ് സ്റ്റെപ്പ് ഷിയറിങ്, സെക്കൻഡ് സ്കൗറിങ്, തേർഡ് ഈസ് സോർട്ടിങ്. സോർട്ടിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സ്കൗർ ചെയ്ത സ്കൗറിങ്ങിന് ശേഷമുള്ള ഈ ഹെയർ സ്കിൻ എന്നെ എടുക്കുമെന്ന് പറഞ്ഞാൽ ഫാക്ടറിയിലോട്ട്, ഹെയർ സ്കിൻ ഫാക്ടറിയിലോട്ട് സെൻഡ് ചെയ്യും. ആ ഫാക്ടറിയിൽ വെച്ച് ഈ ഹെയർ ഡിഫറെൻറ്റ് ടെക്സ്ചേഴ്സ് ഓഫ് ഹെയർ ആർ സെപ്പറേറ്റഡ് ആൻഡ് സ്റ്റോർഡ്. ഇതിൻ്റെ ഓരോ ഹെയറിൻ്റെ ടെക്സ്ചർ അനുസരിച്ച് അതിനെ സെപ്പറേറ്റ് ചെയ്തിട്ട് സ്റ്റോർ ചെയ്യും. ഈ പ്രോസസ്സിന് പറയുന്ന പേരാണ് സോർട്ടിങ്. ഓക്കെ. ആൻഡ് ഫോർത്ത് സ്റ്റെപ്പ് ഈസ് ക്ലീനിങ് ഓഫ് ബർസ്. വാട്ട് ഈസ് ബർസ്? ബർസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ സ്മോൾ ഫ്ലഫി ഫൈബേഴ്സ് കോൾഡ് ബർസ്. അതായത് നല്ല സ്മോൾ ഫ്ലഫി ഫൈബേഴ്സിന് പറയുന്ന പേരാണ് ബർസ്. ആർ പിക്ഡ് ഔട്ട് ഫ്രം ദ ഹെയർ. അതിനെയെല്ലാം ഹെയറിൽ നിന്ന് റിമൂവ് ചെയ്യും. These are the same bars which are sometimes appear on your sweaters. Okay. And fifth step is the fibers can be dyed in various colors. നമുക്കറിയാം നോർമലി നമുക്ക് ഷീപ്പിൽ നിന്ന് കിട്ടുന്ന ഫൈബർ എന്ന് പറയുന്ന ബ്രൗണ്, ബ്ലാക്ക്, വൈറ്റ് ഇതുപോലെയുള്ള കളറായിരിക്കും. പക്ഷേ ഈ ഫൈബേഴ്സിനൊക്കെ കളർ കൊടുക്കുന്ന ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് ഡൈയിങ്. ദ ഫൈബേഴ്സ് can be dyed in various colors as the natural fleece of sheep and goat is black, brown or white. ഈ ഫൈബേഴ്സിന് കളർ കൊടുക്കുക, ആ പ്രോസസ്സാണ് ഡൈയിങ്. ആൻഡ് സിക്സ്ത് സ്റ്റെപ്പ് ഈസ് the fibers are straightened. Can you see this? This is fibers are straightened and combed and rolled into yarn. The longer fibers are made into wool for sweaters and the shorter fibers are spun and woven into woolen cloth. Okay. These are the 6 steps in the process of fiber into wool. Okay. Once again, there are 6 main steps in fiber into wool. The processing of fiber into wool. First step is shearing, and second is scouring, and third is sorting, and fourth is cleaning, fifth is dyeing, and sixth is rolling. Okay, these are all today's topic. You study well. We will meet in the next class. Thank you.